നട്ടപ്പാതിരായി സ്ട്രെയിറ്റ് അവേ കാര്യം പറഞ്ഞിട്ട് പോവാം. ടോക്സിക്കിൻ്റെ ബർത്ത്ഡേ പീക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദ റോക്കിംഗ് സ്റ്റാർ യഷിൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ അവരത് ഔട്ട് ചെയ്തു. ഗീതു മോഹൻദാസാണ് ഡയറക്ടർ. സോ ഗീതു മോഹൻദാസ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള അടിപിടി കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കാണ് നമ്മുടെ മെയിൻ ഫോക്കസ് പോകുന്നത് എന്നുണ്ടെങ്കിലും ടോക്സിൻ്റെ ബർത്ത്ഡേ പീക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. യഷിൻ്റെ ആ സ്വാഗ് വേറെ ലെവൽ സാധനം. KGF ഇപ്പോഴും ഇറങ്ങാത്ത എൻ്റെ മൈൻഡ് ഇവിടെ ഈ ലൂപ്പിൽ ഹുക്കായി ടോക്സിക്കിൻ്റെ. ബിക്കോസ് യഷ് മാൻ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കതൊന്ന് കാണാം. നിങ്ങളൊക്കെ കണ്ടു കാണും ടോക്സിക്കിൻ്റെ ഈ ഒരു ബർത്ത്ഡേ പിക്ക്. എന്നാൽ എൻ്റെ കൂടെ ഒന്നുകൂടി കാണും, എനിക്ക് കുറച്ച് പറയാനുണ്ട്. റിട്രോ ആണ്. മാർക്കോന്റെ ട്യൂണാണോ അത്? ചെങ്ങായി താടി, സിഗാറും കോട്ടും ചെയിനും തൊപ്പിയും. ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ യഷ്. ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്. കൊള്ളാം. മോൺസ്റ്റർ മൈൻഡ് സാധനം. ഓക്കെ, ഈ മോൺസ്റ്റർ മൈൻഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാൻ കാരണം ഇരിക്കാൻ കയറി ഹുക്കായി പിടിച്ചത് ഈ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ് എന്ന് അവരതിൽ എഴുതിയിട്ടുണ്ട്. ആ സാധനം കിട്ടിപ്പോയി. ഇത് കണ്ടു കഴിഞ്ഞാൽ മോൺസ്റ്റർ എന്നല്ല പിന്നെ എന്ത് പറയാനാണ് ഈ അളവ്. വേറെ ലെവൽ സാധനം. എന്താണെങ്കിലും തീ പാറും തിയേറ്ററിൽ എന്നുള്ളതിൻ്റെ ഒരു ഹിൻഡ് നമുക്ക് എന്തായാലും ഇവർ തന്നിട്ടുണ്ട്. നിൻ്റെ ആശയം ഈക്വൽ ടു ആമാശയമാണോ എന്നുള്ളൊരു ചോദ്യം ഗീതു മോഹൻദാസിനോട് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംഗതി മനസ്സിലായല്ലോ. ആശയം ഈക്വൽ ടു ആമാശയം. നമ്മുടെ ആശയങ്ങൾ വിറ്റിട്ട് നമ്മൾ ആമാശയത്തിലേക്ക് വല്ലതും വിറ്റിട്ട് കാശാക്കിയിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയമല്ല. മനസ്സിലായോ? ആശയങ്ങൾ ഈക്വൽ ടു ആമാശയം ആവുന്നില്ലെങ്കിൽ ആശയങ്ങൾ എടുത്ത് സൈഡിൽ വെച്ചിട്ട് ആമാശയത്തിലേക്ക് വല്ലതും വരുന്നത് നിങ്ങൾ പണി നോക്കും. അങ്ങനെ നീ ചെയ്തോ എന്നുള്ളതാണ് ഗീതു മോഹൻദാസിനോട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾ തുടക്കമിട്ടത് ആരാ? കസബയുടെ ഡയറക്ടറായിട്ടുള്ള നിതിൻ രഞ്ജി പണിക്കറിൻ്റെ മകൻ കസബ ഡയറക്റ്റ് ചെയ്തത് ഇങ്ങേരാണ്. ഇങ്ങേരുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇവിടെ കാര്യങ്ങളുടെ ചർച്ച തുടങ്ങുന്നത്. ഓൾറെഡി മമ്മൂട്ടി ഫാൻസ് ഞങ്ങൾ ഭയങ്കരമായ വിഷമത്തിലും സങ്കടത്തിലും ദേഷ്യത്തിലുമാണ്, ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറഞ്ഞ് ഓൾറെഡി യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഈ പറഞ്ഞ പാർവതിയോടും ഈ പറഞ്ഞ ഗീതു മോഹൻദാസിനോടും ഒക്കെ. ഓക്കെ, അതിനൊരു കാരണം അവർക്കുണ്ട്. നിങ്ങൾ മറന്നുപോയി കാണും, പക്ഷെ ഫെൻസ് മറക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നിതിൻ രഞ്ജി പണിക്കരുടെ പോസ്റ്റ്. സ്ത്രീ വിരുദ്ധത തരിമ്പുമില്ലാത്ത, സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന, ആൺനോട്ടങ്ങളില്ലാത്ത കസബയിലെ ആൺമുഷ്ക്, മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം. ഈ സെയിറ്റിൻ്റെ മുന്നിലൊരു കഥ ഉണ്ട് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റി വിട്ട പുള്ളി. പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി. കുത്ത് 3 ക്വസ്റ്റ്യൻ മാർക്ക്. #ടോക്സിക്. വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കത്തിയിട്ടില്ല. ഐ നോ, നിങ്ങൾക്ക് കത്തി കാണൂലേ. നിങ്ങൾക്ക് കത്താൻ വളരെ പാടാണ്. കാരണം കുറച്ച് കാലം മുമ്പ് നടന്ന പരിപാടിയില്ലേ. അപ്പോൾ എന്താ വിഷയം എങ്കിൽ, കുറച്ച് കാലം മുമ്പ് നമ്മുടെ WCCയുടെ മെയിൻ ആളുകളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ചർച്ചയോ ഒരു പരിപാടി എന്തോ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ നമ്മുടെ പാർവതിക്കുട്ടി ചെറിയൊരു കാര്യം പറഞ്ഞു. ഓക്കെ, കസബ സിനിമ റിലേറ്റഡ് ആയിട്ട് അന്ന് കോൺട്രവേഴ്സിയിൽ ഉണ്ടായിരുന്ന ഒരു സീനിനെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മമ്മുക്ക ഒരു ഫീമെയിൽ ഓഫീസറിന് ഇങ്ങനൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടുത്തം എന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പാർവതി ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഗീതു മോഹൻദാസ് നടന്നത് യു സേറ്റ്. ഇതാണ് ഗിയർ കയറ്റി വിടൽ, ഇത് മോട്ടറാക്കൽ. അതാണ് വിഷയം. ഇപ്പോൾ അടുത്തിറങ്ങിയ വൺ ഓഫ് ദ
I would not like to say major hit ആയിരുന്നു എന്ന്. You would all know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of Kasaba is a movie that I unfortunately watched. And with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom I many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. Now, സിനിമ ജീവിതത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സംഭവമാണ്, സൊസൈറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ശരിയാണ്. അങ്ങനെ ഗീതു മോഹൻദാസ് പിരികേറ്റി വിട്ട് പാർവതി എയറിൽ പോയി എന്നുള്ളൊരു ടോക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഗീതു മോഹൻദാസ് വീണ്ടും എയർ പോകുന്നത്. എൻ്റെ മക്കളെ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഞാനിവിടെ അക്കമിട്ട് നിരത്തി ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. സെയ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പോസ്റ്റുകൾ, മുഴുനീള പോസ്റ്റുകൾ. ഷാമ്പയിൻ എടുക്കുന്നു, സ്ത്രീയുടെ മേത്തൊഴിക്കുന്നു, അവിടെ ബാറിൽ കസീലിരിക്കുന്ന പെണ്ണ് എന്ത് ഡ്രസ്സാണ് ഇട്ടുള്ള, ഇങ്ങനെ മറ്റേ മറിച്ച് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. സ്ത്രീയെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്ത്രീയെ കാണിക്കാൻ പാടുമോ, ഇതൊക്കെ നിങ്ങളുടെ വർത്തമാനമല്ലേ, നിങ്ങളുടെ പ്രോഗ്രഷൻ എവിടെ, അങ്ങനെ പല ജാതി ടോക്കുകളാണ് സോഷ്യൽ മീഡിയയിലെ പല മൂവി പേജുകളിലും ഇപ്പോൾ ചർച്ചയായി അതിഭീകരമായി കൊളത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് വിട്ടു പോയതോട് കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശയം ഈക്വൽ ടു ആമാശയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടി നടക്കാത്തതുകൊണ്ട് ആശയം വെച്ച് ആമാശയത്തേക്ക് ഒന്നും എത്തില്ല എന്ന് മനസ്സിലാക്കി ഗീതു മോഹൻദാസ് ആശയം എടുത്ത് സൈഡിൽ വെച്ച് ആമാശയത്തിലേക്ക് വല്ലതും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗാങ്സ്റ്റർ സ്റ്റോറി ആയിട്ട് ഇറങ്ങി എന്നുള്ളത്. ഓക്കെ, ഗോട്ട് മൈ പോയിന്റ്. പക്ഷേ ഇവിടെ ഗീതു മോഹൻദാസ് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അവരൊരു കാര്യം പറയുന്നുണ്ട്. A gangster film. It's a gangster genre with a female gaze. How about that? It's done, so I'm just hoping to get things rolling pretty soon. Okay, a gangster movie with a female gaze. ഫീമെയിൽ ഗെയ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന്, ഞാനും ഇവർ പറഞ്ഞപ്പോഴാണ് അടിച്ചു നോക്കിയാണ്, ഞാനും ഇങ്ങനെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഇഫ് ഐ എം നോട്ട് റോങ്, ഇപ്പം ഞാൻ അത് കണ്ട് വായിച്ച് മനസ്സിലാക്കിയ ഒരു അർത്ഥമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ബെറ്ററായിട്ട് അറിയുന്നവർക്ക് പറഞ്ഞു തരാൻ പറ്റും. ഫീമെയിൽ ഡയറക്ടറിലൂടെ പറയുന്ന ഒരു സംഗതി, ഗാങ്സ്റ്റർ മൂവി. സോ ദർ വിൽ ബി സർട്ടൈൻ ഇവരുടെ ഈ ആശയം സാധനങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് വരാം എന്നുള്ളൊരു സംഗതിയാണ് അവർ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ആശയം എന്ന് പറയുന്ന അവരുടെ ഈ പ്രോഗ്രസീവ് സാധനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൺമുഷ്കിനെതിരെ സംസാരിക്കുന്ന അവരുടെ ആ ഒരു സംഗതി ഇതിനകത്ത് മേ ബി ഇംപ്ലിമെൻറ്റഡ് ആവാം. ഓക്കെ, ആൻഡ് വിത്ത് എ ഗാങ്സ്റ്റർ സ്വാഗ് എന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എന്താണെങ്കിലും ഒരു പോസ്റ്റ് ഞാനിവിടെ വായിച്ചിട്ട് പോവാം. ഓക്കെ, കുറേ പോസ്റ്റുകളുണ്ട്, അതിൽ ഒരു പോസ്റ്റ് ഞാൻ വായിക്കും. സ്യൂഡോ ഫെമിനിറ്റി ഗീതു അക്കിയുടെ ഇരട്ടത്താപ്പ്. ഇവർ LG HD TV എന്നാണ് എന്തിനാ ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ടീമുകളെയും സ്ത്രീകളെയും പൊക്കി സിനിമകൾ ഇറക്കിയാൽ തീട്ടം കൊണ്ട് ഏറ് കിട്ടുമെന്ന് മനസ്സിലാക്കിയ അക്ക മെയിൽ മാസ്കുലിനിറ്റി, ആൽഫ മെയിൽ, മാസ് മെയിൽ ഹീറോ എന്നിവയിൽ തൂങ്ങിയാലേ കാശും ഫെയിമും ഉണ്ടാക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കി. അവിടെയാണ് ഞാൻ പറഞ്ഞത് ആശയം ഈക്വൽ ടു ആമാശയം എന്നുള്ള പരിപാടി. അക്കിയുടെ പ്ലാൻ 2 വഞ്ചിയിൽ കാലിട്ട് നിൽക്കുക എന്നതാണ്. പുരുഷാധിപത്യ സിനിമകൾ ചെയ്ത് കരിയർ ഉയർത്തണം, ഒപ്പം ആ സിനിമയിൽ നായകൻ ടോക്സിക് ആയതുകൊണ്ടാണ് ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊരു ഷാഡോയിങ്ങും കൊടുക്കണം. അതിനുവേണ്ടി പടത്തിൻ്റെ പേര് വരെ ടോക്സിക് എന്നിട്ടു. അപ്പോൾ ലൈസൻസ് ആയല്ലോ. ഇതെൻ്റെ കാഴ്ചപ്പാടല്ല, മറിച്ച് ടോക്സിക് ആയ ഒരു മോശം പുരുഷൻ എന്തൊക്കെ ചെയ്യും എന്നാണ് ഞാൻ കാണിച്ചത്, ഹിഹി എന്ന് പറഞ്ഞ് മെഴുകാലോ. എന്തായാലും അക്കന് നിൽക്കാനറിയാം, കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്നാണല്ലോ. നമ്മുടെ കരിയർ തന്നെയാണ് ഏറ്റവും വലുത്, മറ്റ് അക്കമാർക്ക് ഇല്ലാതെ പോയതും ഈ വകതിരിവാണ് എന്ന് പറഞ്ഞുള്ളൊരു സാധനമൊക്കെ ഇങ്ങനെ ഫോർവേഡ് മെസ്സേജായിട്ട് ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ സൈഡിൽ വെച്ച പോലത്തെ കുറേ സാധനങ്ങൾ വരുന്നുണ്ടേ. ഓക്കെ, ഓൾറെഡി മമ്മൂട്ടി ഫാൻസ് അസ്വസ്ഥരാണ്. ഓക്കെ, മമ്മൂട്ടി ഫാൻസ് പല ഘടകങ്ങളും അസ്വസ്ഥരായിരുന്നു അന്ന് പാർവതിയോടും. പാർവതിയെ ഗിയർ കയറ്റി വിട്ട്, സ്ക്രൂ കയറ്റി വിട്ട്, മോട്ടറാക്കി വിട്ട് സെയ്റ്റ് എന്ന് പറഞ്ഞ ഗീതു മോഹൻദാസിനോട്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു പോസ്റ്റ്
നിതിൻ രഞ്ജി പണിക്കർ ഇടുമ്പോൾ ഓബിയസ്ലി കുറച്ച് ടീമുകൾ ഇറങ്ങും. ആ ടീമുകൾ ഇറങ്ങി പണി തുടങ്ങി. നല്ല പണിയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ അവർ ഈ സിനിമയെ ഈ പണിയെടുത്തിട്ടാണെങ്കിലും പ്രൊമോട്ട് ചെയ്ത് മലയാളികൾക്കിടയിലേക്ക് എത്തിക്കുന്നുണ്ട്. കുറേ ഡിസ്കഷൻ ആവുന്നുണ്ട്. ഇതിനിടയിൽ ജോബി ജോർജ് ഓക്കെ അന്നും ഇന്നും എന്നും രാജാവാടാ, രാജൻ സക്രിയ ഒരു വരവ് കൂടി വരും. 2ാം ഭാഗം വരുന്നുണ്ടോ കസബയുടെ അറിയാൻ പാടില്ല. ഇങ്ങനെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് പോയിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടി, അത് വേറെ സീൻ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ ഗീതു മോഹൻദാസിന് ഓൾറെഡി കുറേ ഇപ്പോൾ ഈ സെയ്റ്റ് മാത്രമല്ല നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിവിൻ പോളിനെ കൊണ്ടൊരു പടം ചെയ്യിച്ച് അയാളെ സൈഡാക്കിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഗീതു മോഹൻദാസിന് എന്താണെങ്കിലും ഇൻഡസ്ട്രിക്കകത്ത്. ഓക്കെ അത് ഇന്നെല്ലാവരും കൂടി കുത്തിപ്പൊക്കി എല്ലാവരും കൂടി എടുത്ത് പുറത്ത് ചാടിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഡെഫിനറ്റ്ലി അത് ഫുള്ള് പുറത്ത് ചാടി. പിന്നെ ഈ സിനിമ ഓൾറെഡി ഒരു മരംവെട്ട് സീന്, സിനിമയ്ക്ക് വേണ്ടി 100ഓളം മരങ്ങൾ വെട്ടിയ ഒരു സ്ഥലത്തെ എന്ന് പറഞ്ഞുള്ള ഒരു കേസും സംഗതിയും പരിപാടികളൊക്കെ ഉണ്ടായതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു 2 മാസം മുമ്പ്. ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഗീതു മോഹൻദാസിൻ്റെ ഈ ഒരു പരിപാടി തിയേറ്ററിൽ ഇപ്പം ഞാൻ പറഞ്ഞു സിനിമയാണ്. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ സാധനം നല്ല കണ്ടൻറ്റാണ്, നല്ല വർക്കാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഏറ്റെടുക്കും. ഓക്കെ അതിന് മുമ്പ് ഇനിയിപ്പോൾ ഗീതു മോഹൻദാസ് മറ്റേ ഫെമിനിസ്റ്റാണ്, സ്യൂഡോ ഫെമിനിസ്റ്റാണ്, അവർ മാസ്കുലിനിറ്റിയെ താത്തി പറയുന്നതും ആളാണ്, അല്ലെങ്കിൽ മാസ്കുലിനിറ്റി സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്, അവർ ഫെമിനിസം ഉയർത്തിപ്പിടിക്കുന്ന അതൊക്കെ പറഞ്ഞ് ഇനി എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ പറഞ്ഞിട്ടും ദർ ഈസ് നോ യൂസ് ഗൈസ്. ഒന്നുമില്ല, ഒരു പരിപാടിയില്ല അതിനൊന്നും. ഓക്കെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓരോ മനുഷ്യനും ആശയം വിറ്റ് ആമാശയത്തിലേക്ക് അരി എത്തിക്കുക എന്നുള്ള പ്രോസസ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആശയങ്ങളും ആദർശങ്ങളും പൊക്കിപ്പിടിച്ച് നടക്കും. ഈ ആശയവും ആദർശവും വിറ്റ് അരിയാക്കാൻ പറ്റുന്നില്ല, ആമാശയത്തിലേക്ക് ഒന്നും എത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരവരുടെ ആദർശങ്ങളും അവരവരുടെ ആശയങ്ങളൊക്കെ സൈഡാക്കിയിട്ട് ആമാശയത്തിലേക്ക് അരി എത്തിക്കാനുള്ള വഴി നോക്കും. ഓക്കെ അത്രയേ ഉള്ളൂ. അതൊരു മനുഷ്യൻ്റെ ഒരു അതാണേ. വിട്ട് കൊടുക്ക് മക്കളെ, വിട് പോട്ട് എന്തോ ചെയ്യട്ടെ. അതായത് പണം അടിപൊളിയായാൽ മതി. എനിക്ക് ബർത്ത്ഡേ വീക്ക് നല്ല ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് പറ. ബിക്കോസ് മാൻ യഷ് ഒന്നും പറയാനില്ല. ഇതിനിടയിൽ ഞാൻ വേറെ എന്തോ ഒരു പോസ്റ്റ് കണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ യഷ് ഈ സിനിമേൻ്റെ ലാസ്റ്റ് വേണ്ട, ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട. നോ ബാഡ് ടോക്സ്. ഓക്കെ അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ഗുഡ് നൈറ്റ്, നാളെ കാണാം.